നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവ് പഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നാളെ. വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനമെന്ന് ആക്ഷേപം. കോട്ടയം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന് പരാതി. ജി കറുപ്പാസ്വാമി വിരമിച്ചിട്ട് മാസങ്ങൾ. ജില്ലാ കളക്ടർ നടപടിയെടുക്കണമെന്ന് ആവശ്യം. നാസ സ്പേസ് ആപ്സ് ചലഞ്ച് ഗ്ലോബൽ ഹാക്കത്തോൺ നാളെ മുതൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ 2300 സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഗ്ലോബൽ ഹാക്കത്തോണിന് അമൽജ്യോതി വേദിയാകുന്നത് രണ്ടാം തവണ. പി.കെ. ആനന്ദക്കുട്ടനും പ്രവർത്തകരും NCP വിട്ടു. ഇനി കേരള കോൺഗ്രസ് എമ്മിൽ. രാഷ്ട്രീയ നിലപാടില്ലാതെ അധികാരത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന പാർട്ടിയായി NCP അധപ്പതിച്ചതായി P.K. ആനന്ദക്കുട്ടൻ. വാർത്തകൾ വിശദമായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ് നാളെ നാടിന് സമർപ്പിക്കും. 7 വർഷങ്ങളിലധികം എടുത്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതത്. പകൽ 11 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. 2 മാസത്തിനുള്ളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് 100% പണികൾ പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടത്തുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ് നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയപാതയോരത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ വ്യാപാര സമുച്ചയം പണിതത്. 3 നിലകളിലായി 27,000 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിട സമുച്ചയം. 52 മുറികളാണ് കെട്ടിടത്തിലുള്ളത്. 2018 ഡിസംബർ മാസത്തിൽ തറക്കല്ലിട്ട് ആരംഭിച്ച പണികൾ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരുന്നു. നബാർഡിൽ നിന്നും സംസ്ഥാന സർക്കാർ വായ്പയെടുത്തു നൽകിയ 4,75 ലക്ഷവും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 25 ലക്ഷവും ഉൾപ്പെടെ 5 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ ഭരണസമിതി 75% പണി പൂർത്തിയാക്കിയാണ് ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത്. ശേഷിക്കുന്ന പണികൾ 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പിന്നീട് പുതിയ ഭരണസമിതി ഭരണത്തിലെത്തി 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത്. 5 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടം 7 വർഷങ്ങളിൽ അധികം എടുത്താണ് പൂർത്തിയാവുന്നത്. നാളെ ഉദ്ഘാടനത്തിനായി തയ്യാറാകുമ്പോഴും 100% പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. 2 മാസത്തിനുള്ളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് 100% പണികൾ പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടത്തുന്നതെന്ന ആക്ഷേപവും ഉണ്ട്. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ നീണ്ട 5 വർഷക്കാലം ഉണ്ടായിരുന്നിട്ടും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മുടങ്ങിയ പണികൾ ആരംഭിച്ചത്. പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന് പരാതി. വിരമിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സമർപ്പിച്ച രേഖകൾ പരിഗണിക്കുന്നില്ലെന്നും ജി കറുപ്പാസ്വാമി പറയുന്നു. കോട്ടയം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിക്ക് വിരമിച്ച ശേഷം പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതി. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയായ ജി കറുപ്പാസ്വാമിയാണ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. 2025 ജൂൺ മാസം 1-ാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുന്നതിനായി ഉത്തരവ് നൽകിയിരുന്നു. തുടർന്ന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് അപേക്ഷയും മറ്റ് രേഖകൾ സമർപ്പിക്കുകയും ചെയ്തതായും കറുപ്പാസ്വാമി പറഞ്ഞു. നാളിതുവരെയായിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കറുപ്പാസ്വാമി പറഞ്ഞു. ഒരു ഉത്തരവ് തന്നു. 6-ാം മാസം, നിങ്ങൾ 6-ാം മാസമല്ല റിട്ടയർഡ് ആകുന്നത്, 5-ാം മാസമാണ് എന്ന് പറഞ്ഞു. ആ ഉത്തരവ് ഞാൻ കൈപ്പറ്റി. 4 ദിവസം, ജൂൺ മാസം 4 ദിവസം 4-ാം തീയതി വരെ ജോലി ചെയ്തു. ആ ജോലി ചെയ്ത ഇത് ഫൈറ്റർ വെച്ച് വായിച്ചു കളഞ്ഞു. പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. എനിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തരണം, ഇങ്ങനെ ഒരു കാലതാമസം വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് ഒരു നടപടി ഉണ്ടായില്ല. HS പരാതി കൊടുത്തു, ഹെൽത്ത് സൂപ്പർവൈസർക്ക് ഒരു നടപടി ഉണ്ടായില്ല. രണ്ടാമത് ഇവിടുത്തെ ജോയിന്റ് ഡയറക്ടറായ അവർക്ക് പരാതി കൊടുത്തു. അവിടെ നിന്ന് ഒരു ഉത്തരവ് എനിക്ക് കിട്ടി. ആ ഉത്തരവിന്റെ കോപ്പി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവിന്റെ കോപ്പി കിട്ടിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല. ജില്ലാ കളക്ടർ അപേക്ഷ പരിഗണിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ജി കറുപ്പാസ്വാമി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാസ സ്പേസ് ആപ്സ് ചലഞ്ച് 2025 ഗ്ലോബൽ ഹാക്കത്തോണിന് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വേദിയാകുന്നു. ഇത് 2-ാം തവണയാണ് അമൽജ്യോതി വേദിയാകുന്നത്.
ഒക്ടോബർ 4-5 തീയതികളിൽ ആഗോളതലത്തിൽ നടത്തപ്പെടുന്ന നാസ സ്പേസ് ആപ്പ് ചലഞ്ച് 2025 വേദിയായി കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള 185 രാജ്യങ്ങളിലെ 15 വ്യത്യസ്ത സ്പേസ് ഏജൻസികളുമായി ചേർന്ന് 2800-ലധികം വേദികളിൽ ഒരേ സമയം സംഘടിപ്പിക്കുന്ന ആഗോള ഹാക്കത്തോൺ പരിപാടിയാണ് ഇത്. രണ്ടാം തവണയാണ് അമൽജ്യോതി കോളേജ് വേദിയാകുന്നത്. നാസയുടെ ഓപ്പൺ ഡാറ്റ ഉപയോഗിച്ച് ആഗോളമായ വെല്ലുവിളികൾക്ക് സൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന 36 മണിക്കൂർ നീളുന്ന ഈ ഗ്ലോബൽ ഹാക്കത്തണിൽ വിദ്യാർത്ഥികൾ, ഗവേഷകർ, ഡെവലപ്പർമാർ, ഡിസൈനർമാർ, കലാകാരന്മാർ എന്നിവർ പങ്കെടുക്കും. നാസയുടെ ഓപ്പൺ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രപ്പോസ് ചെയ്തേക്കുന്ന ഒരു 19 സെറ്റ് ഓഫ് ചാലഞ്ചസ് ഉണ്ട്. അതിൽ സയന്റിഫിക് ആയിട്ടും കോഡിംഗ് വൈസ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഇതിൽ സൊല്യൂഷൻസ് പ്രപ്പോസ് ചെയ്യാനാണ്. ഈ ഒരു കോമ്പറ്റീഷൻ ഏതൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർ, കോളേജ് വിദ്യാർത്ഥിയാകാം, സ്കൂൾ വിദ്യാർത്ഥിയാകാം, എന്നാൽ ഇതല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആൾക്കാർ അവർ പ്രപ്പോസ് ചെയ്തേക്കുന്ന 19 ചാലഞ്ചസിൽ ഏതെങ്കിലും ഒന്നും തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുകയാണ് ഈ 36 മണിക്കൂറിലെ ഹാക്കത്തൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ സാങ്കേതികവിദ്യ, ഭൂമിശാസ്ത്രം, കാലാവസ്ഥാ മാറ്റങ്ങൾ, സുസ്ഥിര വികസനം തുടങ്ങിയ നിർണായക മേഖലകളിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ഹാക്കത്തോണിൽ കണ്ടെത്തേണ്ടത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി 2300-ലധികം സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഈ വർഷം പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നിരക്കിൽ ആഗോളതലത്തിൽ 4-ാം സ്ഥാനവും ഇന്ത്യയിൽ 2-ാം സ്ഥാനവും കേരളത്തിൽ 1-ാം സ്ഥാനവുമാണ് അമൽജ്യോതിയിലെ ഈ വേദി നേടിയത്. അമൽജ്യോതി കോളേജിലെ ഹാക്കത്തോണിൽ പങ്കെടുക്കുന്ന സ്കൂൾ, കോളേജ്, ജനറൽ വിഭാഗത്തിൽ മികവ് കാട്ടുന്നവരെ കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ സമ്മാനത്തുകയും മറ്റ് തലങ്ങളിൽ മികവ് കാട്ടുന്ന 40 ടീമുകൾക്ക് അവാർഡുകളും നൽകുന്നതാണ്. ഹാക്കത്തോണിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടകരെ പ്രതിനിധീകരിച്ച് ഈവന്റ് ലോക്കൽ ലീഡ് അസോസിയേറ്റ് പ്രൊഫസർ അനു എബ്രഹാം മാത്യു, കോർ ടീം മെമ്പേഴ്സ് അസിസ്റ്റന്റ്സ് പ്രൊഫസർ അജിത് GS, വിദ്യാർത്ഥികളായ അശ്വിൻ ചാക്കോ, നോയൽ ജോയിസ് വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഗാന്ധി ജയന്തി ദിനത്തിൽ ഐബ്സിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സമാധാന സംഗമം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VB ബിനു ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി ഐബ്സോയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് സമാധാന സംഗമം നടത്തി. ഗാന്ധി സ്ക്വയറിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി VB ബിനു ഉദ്ഘാടനം ചെയ്തു. പാലിക്കുവാൻ അമേരിക്കയ്ക്കോ നമ്മുടെ ലോകത്ത് നടക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കോ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആ രാജ്യത്തെ ജനങ്ങളെ തല്ലി ഓടിക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കുക, പരസ്യമായ നിലപാടുകൾ എടുക്കുക, ആ നിലപാടുകൾ ലോകത്തൊരിക്കലും കാണാത്ത രീതിയിലുള്ള ജനവിരുദ്ധമായ സമീപനങ്ങളുമായി കൊടും ക്രൂരതകൾ, 68,000-ലധികം പാവങ്ങളെ കൊന്നുകളയുക. സംസ്ഥാന സെക്രട്ടറി ബൈജു വയലത്ത് അധ്യക്ഷനായി. ദേശീയ വൈസ് പ്രസിഡന്റ് K അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി KR ശ്രീനിവാസൻ, MT കുര്യൻ, ഡോക്ടർ VV മാത്യു, PK ആനന്ദക്കുട്ടൻ, ബാലചന്ദ്രൻ പൊൻകുന്നം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിജയദശമി ദിനത്തിൽ പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റം നടന്നു. 13 കുട്ടികളാണ് അരങ്ങേറിയത്. കൊട്ടിക്കയറി കുട്ടിവാദ്യക്കാർ. വിജയദശമി ദിനത്തിൽ പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നടന്ന ചെണ്ടമേളം അരങ്ങേറ്റം കാണികൾക്ക് പുത്തൻ അനുഭവമായി. കലാപീഠം ആനിക്കാട് കൃഷ്ണകുമാറിന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച പെൺകുട്ടികൾ അടക്കം 13 പേരാണ് അരങ്ങേറിയത്. ശിവനന്ദന നായർ, പാർവതി ഹരിദാസ്, മാധവി TP, അഭിനവ് സജി, കാശിനാഥ് സുനിൽ, നന്ദൻ നിബു, ശ്രീഹിത് PS, കൃഷ്ണജിത്ത് വിമൽ, വൈഷ്ണവെ പണിക്കർ, ആകാശ് രവീന്ദ്രൻ, ധനശ്യാം കൃഷ്ണൻ, ആദികേശ് S, ദേവാനന്ദ് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത്. കൊമ്പ് ഉൾപ്പെടെ പക്കമേളക്കാർ അരങ്ങിലെത്തിയത് ചെണ്ടമേളത്തിന് ആവേശം പകർന്നു.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. NCPയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ PK ആനന്ദക്കുട്ടനും പ്രവർത്തകരും NCPയിൽ നിന്നും രാജിവെച്ച് കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ ചേർന്നു. രാഷ്ട്രീയ നിലപാടില്ലാതെ അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പാർട്ടിയായി NCP അധപ്പതിച്ചതായി PK ആനന്ദക്കുട്ടൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NCPയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടനും പ്രവർത്തകരും NCPയിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കർഷക തൊഴിലാളി ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ്, വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവ്, NCPSന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, കോട്ടയം ജനറൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് PK ആനന്ദക്കുട്ടൻ രാജിവെക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി NCP രാഷ്ട്രീയ നിലപാടില്ലാതെ അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നതുമായ ഒരു പാർട്ടിയായി അധപ്പതിച്ചതായി ഇവർ പറയുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനും കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ തുറന്നു കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കേരളത്തിൽ NCP ശരത് വിഭാഗം മാറിയിരിക്കുന്നുവെന്നും അത് പ്രചരിപ്പിക്കാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയാതെ വന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് അർത്ഥമില്ലാത്ത സ്ഥിതിയാണെന്നും PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ആ പ്രസ്ഥാനങ്ങളെല്ലാം സ്വാഭാവികമായി ഈ കേരളത്തെ കണ്ടുപിടിക്കാൻ വരുമ്പോൾ, കേരളത്തിന്റെ പൊതുസ്ഥിതിയെ കണ്ടുപിടിക്കാൻ വരുമ്പോൾ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കണ്ടുപിടിക്കാൻ വരുമ്പോൾ, അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ മേഖലകളും, പൊതുവിതരണ സമ്പ്രദായമാകട്ടെ, പൊതുമേഖലയുടെ കാഴ്ചപ്പാടാകട്ടെ, ഇതെല്ലാം കണ്ടുവരുമ്പോൾ അതിന്റെ നവകേരള സൃഷ്ടിക്ക് കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മൾ എന്താണ് അതിന്റെ പ്രചരണം ഏറ്റെടുത്തത്? ഒരു പ്രചരണം ഏറ്റെടുക്കാൻ ഒരു ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയുടെ കൂടെ നിന്നിട്ട് എന്താണ് കാര്യം? ഇത്തരം ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. എല്ലാ ജില്ലകളിലും നേതാക്കളും പ്രവർത്തകരും രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്താൻ ഇന്ന് ശക്തമായി അടിത്തറയുള്ള, കർഷകരുടെ ആത്മാവായി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ രംഗോലി ആഘോഷം നടത്തി. സ്വച്ഛോത്സവം പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് രംഗോലി ആഘോഷിച്ചത്. 2 ആഴ്ച നീണ്ടുനിന്ന പാലാ നഗരസഭയുടെ സ്വച്ഛോത്സവം പരിപാടി സമാപിച്ചു. പാലാ മരീസാനത്തിൽ രംഗോലി ആഘോഷിച്ച് സമാപനം നടത്തി. കൗൺസിലർ ബൈജു കലമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമാപന യോഗം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മെഴുകുതിരി കത്തിച്ച് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മൺചിരാതികൾ കത്തിച്ച് സ്വച്ഛോത്സവത്തിന്റെ കലാരൂപം തീർത്തു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ അഡ്ലി P. ജോൺ, മരീസാനം അഡ്മിനിസ്ട്രേറ്റർ നിഖിൽ സെബാസ്റ്റ്യൻ, കെയർ ഹോം കോർഡിനേറ്റർ അലീന സന്തോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലാ മരീസാനത്തിൽ സംഘടിപ്പിച്ച രംഗോലി വ്യത്യസ്ത അനുഭവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ PWD ഓഫീസിന് മുന്നിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. നാളുകളായി റോഡ് നന്നാക്കാൻ നടപടിയൊന്നുമില്ല. PWD ഓഫീസിന് മുൻവശത്ത് റോഡ് പൊട്ടിപ്പൊളിച്ച് കിടന്നിട്ടും നന്നാക്കാൻ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന ആക്ഷേപമായിരുന്നു. പാലാ, അരണാപുരം, മരീൻ മെഡിക്കൽ സെന്റർ, ശ്രീരാമകൃഷ്ണാശ്രമം എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് ടാറിംഗ് പൊട്ടിപ്പൊടിഞ്ഞ് ശോചാവസ്ഥയിലായിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ദുരിതമാവുകയാണ്. എറണാകുളത്ത് നിന്ന് നിരവധി വാഹനങ്ങൾ ഇതുവഴി വള്ളിച്ചിറ മണൽപ്പാലം ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ട്. PWD ഓഫീസിന് മുന്നിൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരമുണ്ടാകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവ് പഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നാളെ. വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനമെന്ന് ആക്ഷേപം. കോട്ടയം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന് പരാതി. G. കറുപ്പാസ്വാമി വിരമിച്ചിട്ട് മാസങ്ങൾ. ജില്ലാ കളക്ടർ നടപടിയെടുക്കണമെന്ന് ആവശ്യം. നാസ സ്പേസ് ആപ്സ് ചലഞ്ച് ഗ്ലോബൽ ഹാക്കത്തോൺ നാളെ മുതൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ. 2300 സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഗ്ലോബൽ ഹാക്കത്തോണിന് അമൽജ്യോതി വേദിയാകുന്നത് 2ാം തവണ. PK ആനന്ദക്കുട്ടനും പ്രവർത്തകരും NCP വിട്ടു. ഇനി കേരള കോൺഗ്രസ് എമ്മിൽ. രാഷ്ട്രീയ നിലപാടില്ലാതെ അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പാർട്ടിയായി NCP അധപ്പതിച്ചതായി PK ആനന്ദക്കുട്ടൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.